അടുത്ത 15 ദിവസം ഗാസയ്ക്ക് നിർണായകമാണ്. എന്തോ വലിയൊരു കാര്യം അവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും കൂടെയുള്ള ഫോൺ സംഭാഷണം ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത്? ഗാസ സമ്പൂർണ്ണമായി നശിപ്പിക്കാൻ പോകപ്പെടുകയാണോ, അല്ലെങ്കിൽ ഗാസയിൽ സമാധാനം പുലരാൻ പോവുകയാണോ? എന്തായാലും ട്രംപ് ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് പോലെയല്ല. നെതന്യാഹുവും ട്രംപും കൂടെ വിളിച്ച് ഒരു ധാരണയിലെത്തിയ ശേഷം ഇവർ പറഞ്ഞിരിക്കുകയാണ്, ഇനി 15 ദിവസം കൂടെ ഉള്ളൂ. ആ 15 ദിവസം കഴിഞ്ഞാൽ ഗാസയിൽ ഞങ്ങൾ സംയുക്തമായി നിർത്തൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 15 ദിവസം ക്രൂഷ്യലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ 1.5 വർഷമായി മാനുഷിക പ്രതിസന്ധി നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത എത്തി എന്നാണ് ഇത് വെസ്റ്റേൺ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സമ്മതിച്ചു. ഗാസയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാനും എബ്രഹാം ഉടമ്പടികൾ വിപുലീകരിക്കാനും നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സമ്മതിച്ചിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപും നെതന്യാഹുവും ഒരു ടെലിഫോൺ സംഭാഷണം നടത്തി. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇരു നേതാക്കളും സമ്മതിച്ചു. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ UAE, ഈജിപ്റ്റ് ഗാസയിൽ ഒരു സർക്കാർ രൂപീകരിക്കണം എന്ന് റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്. ഹമാസ് ഗ്രൂപ്പിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും ഇരുവരും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. തിങ്കളാഴ്ച ട്രംപും നെതന്യാഹുവും ചർച്ച നടത്തി. സൗദി അറേബ്യ, സിറിയ, ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഇത് ചെയ്യണമെന്നും റിപ്പോർട്ട് പറയുന്നു. മറുവശത്ത് ഗാസയിലെ യുദ്ധത്തിന് ശേഷം പലസ്തീൻ അതോറിറ്റിക്ക് അധികാരം നൽകണമെന്ന് അറബ് രാജ്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് ചെയ്താൽ മാത്രമേ ഗാസയിലെ യുദ്ധത്തിന് ശേഷം അവർ പുനരധിവാസത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ 50,000-ത്തിലധികം പേരാണ് ഗാസയിൽ മരിച്ചു വീണിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടു. യുദ്ധം ആരംഭിച്ച ഏകദേശം 1.5 വർഷമായി. ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ മധ്യസ്ഥത വഹിക്കാൻ പുതിയൊരു ശ്രമം നടത്തുമെന്ന് ഖത്തർ ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു. ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേലിലെ സൈനിക നടപടികളിൽ കുറഞ്ഞത് 56,156 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.